സ്നേഹപൂർവ്വം ഷമ സീരിയലിൻ്റെ ലേറ്റസ്റ്റ് എപ്പിസോഡിൻ്റെ റിവ്യൂയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ മുത്തശ്ശി പ്രിയങ്കയോട് എത്രയും പെട്ടെന്ന് തന്നെ ഹോസ്പിറ്റലിലേക്ക് വരാൻ പറയുക, അല്ലെങ്കിൽ നിൻ്റെ അമ്മ ഇങ്ങോട്ടേക്ക് രാധികയെ വിളിച്ചു വരുത്തും. അന്നേരം പ്രിയങ്ക അങ്ങ് ദേഷ്യപ്പെടുക. മുത്തശ്ശി, ഇവിടെ ഞാൻ അല്ലാതെ തന്നെ ആകെ ഭ്രാന്തെടുത്ത് നിൽക്കുവാണ്. ഭരൺ ഇവിടെയൊക്കെ പോയതെന്നറിയില്ല. രാധികയും കൊണ്ട് തിരിച്ചു വരുവുള്ളെന്നും പറഞ്ഞ് അവളെന്തടി പോയിരിക്കുവാണ്. അതിൻ്റെ ഇടയിൽ കൂടി അച്ഛൻ്റെ ഭാരവും കൂടി തലയിലെടുത്ത് വെക്കാൻ എന്നെ കൊണ്ട് വഴിയാ, അല്ലെങ്കിൽ തന്നെ എന്നെ കാണുന്നത് അച്ഛന് തീരെ ഇഷ്ടമല്ല. ഈ സമയം മുത്തശ്വരനെ, ശരി നീ എന്നാൽ അവിടുത്തെ കാര്യങ്ങളിൽ കൂടുതൽ ശ്രദ്ധിക്കുക. അന്നേരം പ്രിയങ്ക പറയണേ, അതിന് ഇവിടെ ഞാൻ ആഗ്രഹിക്കുന്നത് പോലെ കാര്യങ്ങൾ നടക്കണമെങ്കിൽ ആ മുത്തശ്ശി ഉണ്ടല്ലോ, ജയഭാരതി അമ്മ, അവരുടെ തല പൊട്ടിത്തിരിക്കണം. അവർ കൊച്ചുമോൻ്റെ എന്തെങ്കിലും കാര്യം വന്നാൽ അലറി വിളിച്ച് ചീറി പാഞ്ഞുകൊണ്ടാണ് മുമ്പിലേക്ക് വന്ന് നിൽക്കുന്നത്. എനിക്കാണെങ്കിൽ അങ്ങ് ഭ്രാന്ത് പിടിക്കുക. അന്നേരം മുത്തശ്ശി പറയണേ, പ്രിയങ്കി നീ സമാധാനപ്പെട്. ആ വീട്ടിലുള്ളവരാ നിൻ്റെ ബലം, അവരെ നീ വെറുപ്പിക്കാൻ നിൽക്കരുത്. പറയുന്നതൊക്കെ നിനക്ക് മനസ്സിലാവുന്നുണ്ടല്ലോ. അങ്ങനെ പ്രിയങ്കയും ശരിയെന്നൊക്കെ പറഞ്ഞ് കോളേട്ട് ചെയ്യുവാണ്. പിന്നീട് കാണിക്കുന്നത് ആശ്രമം ഉണ്ടോ. അവിടെ സ്വാമിയുടെ അരികിലേക്ക് അവിടുത്തെ ഒരു ആശ്രിതം വരുവാണ്. അങ്ങനെ അയാൾ വന്നിട്ട് സ്വാമിയോട് പറയണേ, അതെ, ഇലക്ട്രിക്കൽ വർക്കും പ്ലംബിംഗ് വർക്കും ഒക്കെ അറിയാവുന്ന ഒരാൾ ജോലി തേടി വന്നിട്ടുണ്ട്, അയാളോട് ഇങ്ങോട്ട് വരാൻ പറയൂ എന്ന് സ്വാമി പറയുവാണ്. ഈ സമയം ആ ചേട്ടൻ വരണയും കൂടി അവിടെ എത്തുവാണ്. അല്ല, ഇതിനു മുമ്പ് ഈ ജോലിയിൽ മുൻപരിചയം മറ്റുണ്ടോ? ആ ഉണ്ട്. എവിടെയാ താമസം? ആ, ഇവിടുന്ന് കുറച്ച് ദൂരെയാ എന്ന് വരുൺ പറയണേ. ഈ സമയം സ്വാമി പറയണേ, ഞങ്ങൾ ജോലിക്ക് ആളെ നോക്കുന്നുണ്ട്. ഇവിടെ തന്നെ താമസിച്ച് ഇവിടുത്തെ കാര്യങ്ങളെല്ലാം നോക്കി നടത്തുന്ന ഒരാളെയാണ് ഞങ്ങൾ നോക്കുന്നത്. ഇതിനു മുമ്പ് എവിടെയെങ്കിലും വർക്ക് ചെയ്തിട്ടുണ്ടോ? ആ, ഉണ്ടെന്ന് വരുൺ പറയണേ. എന്നിട്ട് വരുൺ മനസ്സിൽ പറയണേ, ഭഗവാനെ എന്താ പഠിച്ചെന്ന് അങ്ങനെയുള്ള ചോദ്യങ്ങളൊന്നും ചോദിക്കല്ലേ എന്നും പറഞ്ഞ് പ്രാർത്ഥിച്ചുകൊണ്ട് നിൽക്കുമായിരിക്കോട്ടെ വരുൺ. ഈ സമയം സ്വാമി ചോദിക്കുവാണ്, എന്ത് പഠിച്ചു ഏത് പഠിച്ചു എന്നുള്ളതിലൊന്നും അല്ലല്ലോ കാര്യം, ഏതിലെയാണ് വൈദഗ്ധ്യമുള്ളത്, എങ്ങനെയാണ് സ്വഭാവം, ജോലി ചെയ്യാനുള്ള മനസ്സുണ്ടോ, ഇതൊക്കെയല്ലേ നോക്കേണ്ടത്. എന്താണെങ്കിലും ഇയാളെയും കൂട്ടി ആദ്യം പ്രാർത്ഥനാ റൂമിലേക്ക് ചെല്ലൂ. അവിടുത്തെ ലൈറ്റുകളും ഫാനും ഒക്കെ കംപ്ലൈൻ്റ് ആയി കിടക്കുക. ഇയാൾ അതൊക്കെ ശരിയാക്കാൻ പറ്റുമോ നോക്കൂ. ഇതിന് മുമ്പുണ്ടായിരുന്ന ആൾ 2-3 തവണ ശ്രമിച്ചതാ, പക്ഷേ അപ്പോൾ പറ്റിയില്ല. അതിൽ താൻ വിജയിക്കുവാണെങ്കിൽ തന്നെ ഞങ്ങളിവിടെ നിയമിക്കും, അല്ലെങ്കിൽ നമുക്ക് പിന്നെ ആലോചിക്കാം. എന്നാൽ ശരി, ഇയാളെ എങ്ങോട്ടേക്ക് കൂട്ടിക്കൊണ്ടു പോകൂ. അങ്ങനെ ആ ചേട്ടൻ വരുണേയും കൂട്ടി പ്രാർത്ഥനാ റൂമിലെത്തുവാണ്. എന്നിട്ട് അവിടുത്തെ കാര്യങ്ങളെക്കുറിച്ചൊക്കെ പറയുവാണ്. ഇവിടുത്തെ ഈ ഒരു ലൈറ്റുകളും ഫാനുകളും ഒക്കെ വർക്ക് ചെയ്യാൻ ഇതിനു മുമ്പ് ഉണ്ടായിരുന്ന ഇലക്ട്രീഷ്യൻ 2-3 തവണ ശ്രമിച്ചതാണ്, പക്ഷെ അപ്പോഴൊന്നും നടന്നില്ല. നിങ്ങൾക്ക് എന്തെങ്കിലും സഹായം മറ്റു വേണോ? വേണ്ട, ജോലി ചെയ്യുമ്പോൾ എനിക്ക് ഒറ്റയ്ക്ക് ഏകാഗ്രതയോടെ നിന്ന് ജോലി ചെയ്യുന്നതാണ് ഇഷ്ടം. ചേട്ടനും അങ്ങോട്ട് മാറിയുന്നു, ഞാൻ ഇവിടുന്ന് എല്ലാം റെഡിയാക്കിയിട്ട് നിങ്ങളെ വിളിക്കാം. അങ്ങനെ പറഞ്ഞ വരുൺ ആ ചേട്ടനെ അവിടെ നിന്ന് ഓടിച്ചു വിടുന്നുണ്ട്. ഈ സമയം വരുണാണെങ്കിൽ ആ സ്വിച്ച് ബോർഡിൻ്റെ അവിടെ പോയിട്ട് എന്ത് ചെയ്യുന്നുള്ള മട്ടിൽ തലയിൽ കൈവച്ച് നിൽക്കണേ. എൻ്റെ മുത്തശ്ശി, ഞാൻ എങ്ങനെ ഇതിൻ്റെ ഉള്ളിൽ കയറി പറ്റി, പക്ഷേ ഇതൊക്കെ ഞാൻ എങ്ങനെ വർക്ക് ചെയ്യിപ്പിക്കാനാ? എന്നിട്ട് അവിടെയുള്ള ഭഗവാന്റെ മുമ്പിൽ പോയി ഇരുന്നിട്ട് പറയണേ, ഭഗവാനെ, എൻ്റെ രാധികയുടെ പ്രണയം എത്രത്തോളം ഉണ്ടെന്ന് ഭഗവാൻ അറിയാലോ. ഞങ്ങളെ തമ്മിൽ ഒന്നിപ്പിക്കാൻ നീ തന്നെ ഒരു വഴി കാണിച്ചു തന്നെ. ആ സ്വാമി തന്നെ ഈ ടാസ്ക് എങ്ങനെയെങ്കിലും എനിക്കൊന്ന് ചെയ്ത് തീർക്കാൻ പറ്റണേ. അങ്ങനെയൊക്കെ പറഞ്ഞ് നിൽക്കുമായിരിക്കോട്ട് വരണവിടെ. ഈ സമയത്തേക്ക് രാധിക അങ്ങോട്ടേക്ക് വരുന്ന ശബ്ദം, രാധികയുടെ സംസാരത്തിൻ്റെ ശബ്ദം വരുൺ കേൾക്കുന്നത്. അത് കേൾക്കുന്നതും വരണാണെങ്കിൽ എവിടെ പോയി ഒളിക്കും എന്ന് പറഞ്ഞ് ടെൻഷനോടുകൂടി അവിടെയെല്ലാം പരതി നിൽക്കുവാണ്. എന്നിട്ട് കർട്ടൻ്റെ ഇടയിൽ പോയി മറിഞ്ഞ് നിൽക്കുവാണ് കേട്ടോ. ഈ സമയം ആ ചേച്ചി രാധികയ്ക്ക് പ്രാർത്ഥനാ റൂമൊക്കെ കാണിച്ചു കൊടുക്കുവാണ്. ഇതായിരുന്നു നേരത്തെ പ്രാർത്ഥനാ മുറി, ഇപ്പോൾ ഇവിടെയല്ല പ്രാർത്ഥന നടത്തുന്നത്, വേറൊരു സ്ഥലത്താണ്. അതെന്ത് പറ്റിയെന്ന് രാധിക ചോദിക്കുക. അന്നേരം ആ ചേച്ചി വരണേ, അത് പിന്നെ ഇവിടെയുള്ള ലൈറ്റുകളും ഫാനുകളൊന്നും വർക്കാവുന്നില്ല, ശരിയാക്കാൻ ഇലക്ട്രീഷ്യൻ പലതവണ ശ്രമിച്ചതാ, പക്ഷെ നടന്നിട്ടില്ല. എന്നാവാ, നമുക്കിനി മറ്റേ റൂമിലേക്ക് പോകാം എന്നും പറഞ്ഞ് രാധികയും കുട്ടി അവിടെ നിന്നും പോകുവാണ്. ഈ സമയം വരുൺ ഫോണെടുത്ത് ഫോണിൽ വീഡിയോ ഒക്കെ കണ്ട് അതിൽ എന്തൊക്കെ പണികളൊക്കെ നടത്തുന്നുണ്ട് കേട്ടോ. അങ്ങനെ കുറച്ച് സമയങ്ങൾക്ക് ശേഷം സ്വാമിയും ആ ഒരു ചേട്ടനും ഒക്കെ അങ്ങോട്ടേക്ക് എത്തുവാണ്. അന്നേരം വരുൺ പറയണേ, എൻ്റെ പണിയൊക്കെ കഴിഞ്ഞിട്ടുണ്ട്, ഇനിയിപ്പോൾ സ്വിച്ച് വന്നിട്ട് നോക്കാം എന്നും പറഞ്ഞ് പ്രാർത്ഥനയോടെ പേടിച്ചാണ്ട് വരുൺ സ്വിച്ച് ഇടുന്നത്. അപ്പോഴേക്ക് ലൈറ്റുകളൊക്കെ കത്തുവാണ്. അത് കാണുമ്പോൾ സ്വാമിക്ക് സന്തോഷമാകുവാണ്. പിന്നീട് ഫാനിൻ്റെ സ്വിച്ച് ഇടുമ്പോൾ അതും വർക്കാവുന്നുണ്ട് കേട്ടോ. അങ്ങനെ വരുൺ ഒത്തിരി സന്തോഷമാകുവാണ്. അന്നേരം സ്വാമി വരുണിനെ അഭിനന്ദിക്കുന്നുണ്ട്. ആ സമയം വരുൺ പറയണേ, ഇതെല്ലാം ദൈവത്തിൻ്റെ അനുഗ്രഹം കൂടിയാണ്. നമ്മൾ എന്ത് കാര്യം ചെയ്യുമ്പോഴും അതിൽ ദൈവത്തിൻ്റെ അനുഗ്രഹം കൂടി ഉണ്ടെങ്കിലല്ലേ പൂർണ്ണമായിട്ടുള്ളൊരു ബലം ഉണ്ടാകും. അന്നേരം സ്വാമിക്ക് വരുണിനെ കൂടുതൽ ഇഷ്ടപ്പെടുവാണ്. അയാളോട് പറയണേ, എന്താണെങ്കിലും ഇയാൾ നമ്മുടെ ഓഫീസ് റൂമിലേക്ക് കൂട്ടിക്കൊണ്ടു പോക്കോളൂ, പേരും അഡ്രസ്സൊക്കെ മേടിച്ച് വെച്ചോ, താനും ഇനി ഇവിടെ തന്നെ നിന്നോളൂ. അങ്ങനെ സ്വാമിയുടെ ആ വാക്കുകൾ കേൾക്കുമ്പോൾ വരുണിന് ഒത്തിരി സന്തോഷമാകുവാണ്. വലിയ ഉപകാരം, ഒത്തിരി സന്തോഷമായി. പിന്നെ സ്വാമിയുടെ അനുഗ്രഹവും പ്രാർത്ഥനയൊക്കെ എൻ്റെ കൂടെ വേണം. ഞാൻ ആഗ്രഹിക്കുന്ന കാര്യം നടക്കാൻ സ്വാമിയും കൂടി മനസ്സറിഞ്ഞ് എന്നെ അനുഗ്രഹിക്കണം. അങ്ങനെ എന്താ ഇത്രക്ക് വലിയ ആഗ്രഹം, എന്താണെങ്കിലും അതെല്ലാം നടക്കട്ടെ. ഒത്തിരി സന്തോഷം സ്വാമി എന്ന് പറഞ്ഞ് വരുൺ അയാളുടെ ഒപ്പം അവിടെ നിന്ന് പോകുവാണ് കേട്ടോ. ഈ സമയം സ്വാമി പറയണേ, നല്ല വിനയവും അച്ചടക്കവും ഒക്കെയുള്ള ഒരു പയ്യൻ. പിന്നീട് കാണിക്കുന്നത് രാത്രി റൂമിലിരുന്ന് ഭഗവാന് മുമ്പിൽ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന രാധികനെയാണ് കേട്ടോ. ഭഗവാനെ, എന്തൊക്കെ പറഞ്ഞാലും എൻ്റെ ഈ തീരുമാനം തന്നെയാണ് നല്ലത്, വരുണിനും ഈ തീരുമാനം തന്നെയാണ് നല്ലത്. വരുണിൽ നിന്നും എൻ്റെ ഓർമ്മകളെല്ലാം നീക്കണം,
എൻ്റെ മനസ്സിൽ നിന്നും വരുണിനെക്കുറിച്ചുള്ള എല്ലാ ഓർമ്മകളും മായ്ച്ചു കളയണം ഈ ദിവസങ്ങളിലൂടെ. ഇതേസമയം വരണാണെങ്കിൽ പമ്പി രാധികയുടെ മുറിയിൽ ജനലിൻ്റെ ഇടവന്ന് പതുങ്ങി നിൽക്കുമായിരിക്കും കേട്ടോ. ഇതേസമയം രാധിക കണ്ണടച്ച് ഭഗവാന് മുന്നിൽ നിൽക്കുമായിരിക്കും. ആ സമയത്തെല്ലാം രാധികയുടെ മനസ്സിൽ വരുണത്തുള്ള നല്ല നല്ല നിമിഷങ്ങളൊക്കെയാണ് കേട്ടോ ഓടി വരുന്നത്. അന്നേരം രാധിക പെട്ടെന്ന് കണ്ണു തുറന്ന് ഭഗവാനോട് പറയണേ, ഭഗവാനെ, ഞാൻ മറക്കാൻ ആവശ്യപ്പെട്ടപ്പോൾ നീ എൻ്റെ മനസ്സിലേക്ക് വീണ്ടും കൂടുതൽ ഓർമ്മകൾ നിറക്കുകയാണല്ലോ ചെയ്യുന്നത്. എനിക്കൊരിക്കലും ഇതിൽ നിന്നൊരു മോചനം ഉണ്ടാവില്ലേ? ഒരിക്കലും എനിക്ക് വരുണിനെ മറക്കാൻ പറ്റില്ലേ? നീ തന്നെ എനിക്കതിനൊരു മറുപടി താ എന്നും പറഞ്ഞ് ഭഗവാന് മുമ്പിൽ കൈകൾ നീട്ടി നിൽക്കുവാണ്. അത് കാണുന്നതും വരുൺ ചെറിയൊരു പൂവെടുത്തിട്ട് കണ്ണടച്ച് നിൽക്കുന്ന രാധികയുടെ കയ്യിലേക്ക് ജനലിൽ കൂടി ഇട്ട് കൊടുക്കുവാണ്. എന്നിട്ട് വരുൺ അവിടെ നിന്ന് അപ്പത്തന്നെ ഓടിക്കളയുവാണ് കേട്ടോ. ഈ സമയം രാധികയാണെങ്കിൽ ഇതെവിടെ നിന്ന് ഈ പൂവന്നത് എന്നും പറഞ്ഞ് ജനലിലേക്ക് നോക്കുമ്പോൾ ആരോ അവിടെ നിന്ന് ഓടിപ്പോകുന്നത് രാധിക കാണുന്നുണ്ട്. ആരാ അത് എന്ന് രാധിക ചോദിച്ച് രാധിക പുറത്തേക്ക് ഇറങ്ങി വരുവാണ്. ഈ സമയം വരുൺ അവിടെ നിന്ന് ഓടിപ്പോകുമ്പോഴേക്കും അവിടുത്തെ അന്തേവാസി ചേച്ചി ഉണ്ടല്ലോ, ആ ചേച്ചി വരുന്നത് കാണുക. അത് കാണുന്നതും അവിടെ വെള്ളത്തിൻ്റെ പൈപ്പിൻ്റെ അവിടെ നിന്ന് പരതി കളിക്കുവാണ് കേട്ടോ വരുൺ. അന്നേരം ആ ചേച്ചി വരുണിൻ്റെ അരികിലേക്ക് വരുക. എന്താ ഇവിടെ നിൽക്കുന്നത്? അല്ല, ഈ വെള്ളത്തിൻ്റെ പൈപ്പിന് എന്തെങ്കിലും കംപ്ലൈൻറ്റോ മറ്റോ ഉണ്ടോ എന്ന് നോക്കുക. അന്നേരം ആ ചേച്ചി പറയണേ, അതെ, ഇത് സന്യാസിനികൾ താമസിക്കുന്ന റൂമാണ്. ഇവിടേക്ക് ഈ സമയത്ത് അങ്ങനെ ആരും വരാറില്ല. അയ്യോ ആണോ? എനിക്കതറിയില്ലായിരുന്നു. എന്നാൽ ഞാൻ പോയേക്കുവാണ് എന്നും പറഞ്ഞ് വരുൺ അവിടെ നിന്നും പോകുവാണ്. ഈ സമയത്തായിരിക്കോട്ടോ രാധിക ആ പൂവും പിടിച്ച് അങ്ങോട്ടേക്ക് ഓടി വരുന്നത്. അന്നേരം ആരോ ഒരാൾ പോകുന്നത് രാധിക കാണുന്നുണ്ട്. പക്ഷേ മുഖമൊന്നും കാണാനായിട്ട് രാധികയ്ക്ക് പറ്റുന്നില്ല കേട്ടോ. ഈ സമയം ആ ചേച്ചീൻ്റെ അരികിലേക്ക് രാധിക വരുക. രാധികയെ കാണുന്നതും ആ ചേച്ചി ചോദിക്കണേ, മോളുടെ പ്രാർത്ഥനയൊക്കെ കഴിഞ്ഞോ? അല്ല ചേച്ചി, ആരാ അത്? അതിവിടുത്തെ പ്ലംബറാ. പൈപ്പിന് എന്തെങ്കിലും കംപ്ലൈൻറ്റോ മറ്റോ ഉണ്ടാകുന്ന നോക്കാൻ വന്നതാന്ന്. മോളെന്നാ റൂമിലേക്ക് വെക്കോ, ഞാൻ കുട്ടികളുടെ റൂമിലേക്കൊന്ന് ചെല്ലട്ടെ. അങ്ങനെ പറഞ്ഞ് ആ ചേച്ചി അവിടെ നിന്നും പോകുക. ഈ സമയം വരുണാണോ അതെന്നുള്ള സംശയത്തിൽ നിൽക്കുവാട്ടോ രാധിക. വരുണായിരിക്കുമോ അത്? അല്ലെങ്കിലും വരുൺ എന്തിനാ ഈ ഒരു ആശ്രമത്തിലേക്ക് വരുന്നത്? വരുൺ എങ്ങനെ ഈ ആശ്രമത്തിലെത്താനാ? വെറുതെ ആവശ്യമില്ലാത്ത ഓരോ കാര്യങ്ങൾ ചിന്തിച്ചു കൂട്ടുമോ ഞാൻ? അങ്ങനെ പറഞ്ഞ് രാധിക തിരിച്ച് റൂമിലേക്ക് പോകുവാണ്. പിന്നീട് കാണിക്കുന്നത് ഹോസ്പിറ്റലിൽ കിടക്കുന്ന ദേവനെയാണ് കേട്ടോ. ദേവനാണെങ്കിൽ ഇതുവരെ ബോധമൊന്നും വന്നിട്ടില്ല. അങ്ങനെ യശോദയും മുത്തശ്ശിയും ദേവനെ കാണാനായിട്ട് അരികിലേക്ക് എത്തുവാണ്. അവർ ദേവനെ വിളിക്കുന്നുണ്ട് കേട്ടോ. എന്നാൽ അവർ വിളിച്ചിട്ടൊന്നും ദേവൻ കണ്ണു തുറക്കുന്നില്ല. ഈ സമയം സിസ്റ്റർ പറയണേ, അദ്ദേഹത്തെ വിളിച്ചുണർത്താൻ നിൽക്കണ്ട, കൂടുതൽ സ്ട്രെയിൻ കൊടുക്കണ്ട. ഈ സമയം യശോദ പറയണേ, ദേവട്ടിന് ഏറ്റവും പ്രിയപ്പെട്ട ഒരാളുണ്ടായിരുന്നു, ഞങ്ങളുടെ മോള്. അവള് കാണാത്തതിൻ്റെ വിഷമത്തിലാണ് ദേവേട്ടനിപ്പോൾ. അവളെ വന്ന് വിളിച്ചാൽ ദേവേട്ടൻ കണ്ണു തുറക്കുമായിരിക്കും അല്ലേ? അന്നേരം സിസ്റ്റർ പറയണേ, അങ്ങനത്തെ കാര്യങ്ങളെല്ലാം നിങ്ങൾ ഡോക്ടറോട് തന്നെ ചോദിച്ചോളൂ. എന്നാലും ഇതുപോലുള്ള ചില സംഭവങ്ങൾ ഞാൻ കേട്ടിട്ടുണ്ട്. മനസ്സിഷ്ടപ്പെട്ടവർ അടുത്തെത്തുമ്പോൾ രോഗിയിൽ ചിലപ്പോൾ അതിൻ്റെ മാറ്റങ്ങളൊക്കെ ഉണ്ടായിരിക്കും. ഇത് കേൾക്കുന്നതും യശോദ വേഗം തന്നെ ഐസിയുവിനെ പുറത്തെത്തി ഫോണെടുത്ത് അതിൽ രാധികയെ വിളിക്കാനായിട്ട് തുടങ്ങുക. അന്നേരം മുത്തശ്ശി യശോദയെ തടയണേ, അതെ, എന്ത് ചെയ്യാൻ പോകുക? ഞാൻ രാധിക മോളെ വിളിക്കാൻ പോകുക. നിന്നോട് ഞാൻ പലതവണ പറഞ്ഞിട്ടുണ്ട് അവൾ വിളിക്കരുതെന്ന്. പിന്നെ നീ എന്തിനാ എൻ്റെ വാക്ക് ധിക്കരിച്ച് അവൾ വിളിക്കാൻ പോകുന്നത്? അമ്മയും കാണുന്നില്ല ദേവേട്ടൻ്റെ അവസ്ഥ. രാധിക മോള് വന്ന് വിളിച്ചാൽ ദേവേട്ടൻ ഉറപ്പായും കണ്ണു തുറക്കും. അതേക്കുന്നത് മുത്തശ്ശി പറയണേ, അവൻ ഇത്രയും നാളെ പെറ്റ് വളർത്തി ഞാൻ വിളിച്ചിട്ട് എഴുന്നേറ്റോ? ഇത്രയും നാളും കൂടെ ജീവിച്ച് നീ വിളിച്ചിട്ട് എഴുന്നേറ്റോ? പിന്നെയാണോ അവൾ വിളിച്ചിട്ട് എഴുന്നേക്കാൻ പോകുന്നത്? നീ ഓരോ കാര്യങ്ങളൊക്കെ ഉണ്ടാക്കി പറഞ്ഞ് അവൾ ഇങ്ങോട്ട് വിളിക്കാൻ വിചാരിക്കേ വേണ്ട. അവൾ വന്നാൽ ഇനി ഓരോ പ്രശ്നങ്ങളുണ്ടാകും. ദേവൻ ഇനിയും ചിലപ്പോൾ തളർന്നു വീണെന്നിരിക്കും. വെറുതെ ആവശ്യമില്ലാത്ത കാര്യങ്ങളൊന്നും നീ ചെയ്യാൻ നിൽക്കണ്ട. അതുമാത്രമല്ല, അവളെങ്ങാനും ഇവിടെ എത്തിച്ചെന്നറിഞ്ഞാൽ അത് പ്രിയങ്ക മോൾക്കും തീരെ ഇഷ്ടമല്ല. പ്രിയങ്ക പറഞ്ഞത് ഓർമ്മയുണ്ടല്ലോ, അവൾ എന്തെങ്കിലും കടുങ്കൈ ചെയ്യും. അവളുടെ ജീവൻ എടുക്കണമെന്നാണ് നിൻ്റെ ആഗ്രഹം. അതുകൊണ്ട് എവിടെയെങ്കിലും ഇരുന്ന് ദേവന് വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കാൻ നോക്ക്. അങ്ങനെ പറഞ്ഞ് മുത്തശ്ശി അവിടെ പോയിരിക്കുവാണ് കേട്ടോ. ഈ സമയം യശോദയാണെങ്കിൽ ആകെ സങ്കടത്തിൽ തനിക്ക് ഒന്നും ചെയ്യാൻ പറ്റുന്നില്ലല്ലോ എന്നുള്ള വിഷമത്തിലൂടെ സങ്കടപ്പെട്ട് ദേവനെക്കുറിച്ച് ഓർത്തിരിക്കുവാണ്. അപ്പോൾ ആ ഒരു സീനൊക്കെ കാണിച്ചുകൊണ്ട് ഇന്നത്തെ എപ്പിസോഡ് തീരുവാണ് കേട്ടോ. ഈ ഒരു റിവ്യൂ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ മറക്കാതെ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യണേ. ഇതുപോലുള്ള കൂടുതൽ റിവ്യൂസിനായിട്ട് ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തും കൂടി സപ്പോർട്ട് ചെയ്യണേ. താങ്ക്